World Expo 2020. Candidate City, Dubai. Connecting minds, creating the future. മനസ്സുകളെ ബന്ധിപ്പിക്കുക, ഭാവിയെ സൃഷ്ടിക്കുക എന്ന സന്ദേശമാണ് ദുബായ് എക്സ്പോ 2020ക്ക് വേണ്ടി UAE മുന്നോട്ട് വയ്ക്കുന്നത്. ആ സന്ദേശവുമായാണ് ദുബായിയുടെ സ്വന്തം വിമാന കമ്പനിയായ എമിറേറ്റ്സ് കുറേക്കാലമായി ലോകമെങ്ങും പറന്നിറങ്ങുന്നത്. വിവിധ ലോകരാജ്യങ്ങൾക്ക് പുറമെ രാജ്യാന്തര സംഘടനകളും സ്ഥാപനങ്ങളുമെല്ലാം സാധ്യത കൽപ്പിക്കുന്നത് UAEക്കാണ്. കാനഡയും ബ്രിട്ടനും ഫ്രാൻസുമെല്ലാം UAEക്ക് ഇതിനകം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മനസ്സുകളെ ബന്ധിപ്പിച്ച് ഭാവിയെ സൃഷ്ടിക്കാൻ എക്സ്പോ ദുബായ് നേടുമോ? കാത്തിരിക്കാം. വേൾഡ് എക്സ്പോയെക്കുറിച്ച് സംസാരിക്കാൻ നജീബ് മുഹമ്മദ് ഇസ്മായിൽ നമുക്കൊപ്പമുണ്ട്. ഗുഡ് ഡീഡ്സ് ഇൻഡിവിജ്വൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഫൌണ്ടർ കൂടിയാണ് അദ്ദേഹം. ശ്രീ നജീബ് മുഹമ്മദ് ഇസ്മായിൽ, സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ദുബായിയുടെ ഒരുക്കങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ദുബായിയുടെ UAEയുടെ ഒരു ബിഗ് തീമിലേക്ക് കടക്കാം. മനസ്സുകളെ ബന്ധിപ്പിക്കുക, ഭാവിയെ സൃഷ്ടിക്കുക എന്ന സന്ദേശമാണ് UAE മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ തീമിന്റെ ഒരു സാരാംശം? ഇതേക്കുറിച്ച് കൂടുതൽ എന്തൊക്കെയാണ് പറയാനുള്ളത്? എക്സ്പോ 2020, ദുബായ് എക്സ്പോ 2020 തീമായിട്ട് UAE ഗവൺമെന്റ് മുന്നിൽ വെച്ചിരിക്കുന്നത് കണക്ടിംഗ് മൈൻഡ്സ് ക്രിയേറ്റിംഗ് ദ ഫ്യൂച്ചർ. അതായത് ഇന്നത്തെ ലോകത്തില് ആരും തന്നെ സ്വതന്ത്രരല്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇൻഡിപെൻഡന്റ് ആവണം എന്ന് പറയും. ശരിയായിട്ട് അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അതൊരു തെറ്റായ ഒരു പ്രയോഗമാണ്. ഇന്നത്തെ ലോകത്തിൽ ആരും തന്നെ, രാജ്യങ്ങളാവട്ടെ, വ്യക്തികളാവട്ടെ, സമൂഹമാവട്ടെ, ഒന്നും സ്വതന്ത്രരല്ല. അത് പരസ്പരാശ്രിതമാണ്, ഇന്റർഡിപെൻഡന്റ് ആണ്. അങ്ങനെയുള്ള കാലഘട്ടത്തില് എല്ലാ സഹകരണം, എല്ലാ രീതിയിലുമുള്ള ഒരു സാമൂഹിക ക്രമമാണ് ആവശ്യം. അപ്പൊ മനസ്സുകൾ തമ്മിലുള്ള ബന്ധങ്ങളും അതിലൂടെയാണ് ഭാവി നിശ്ചയിക്കപ്പെടുക എന്നുള്ള വരുന്നതില്. അത് 3 സബ് തീമായിട്ടുണ്ട് ഇതിന്. അതായത് ഒന്ന് സസ്റ്റൈനബിലിറ്റി, ബുദ്ധിപരമായിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസിന്റെ ഉപയോഗക്രമം. അതായത് ജലമാവട്ടെ, എനർജി ആവട്ടെ. അപ്പൊ എനർജിയിൽ ഇതിലൊക്കെ ജനങ്ങൾക്ക് ഒരു സാക്ഷരത ആവശ്യമാണ്. കാര്യം ശുദ്ധമായ ജലവും എല്ലാവർക്കും ഊർജവും ആവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഇതിനുള്ള അതൊരു വെല്ലുവിളിയാണ് ഇന്നത്തെ ലോകത്തില്. കൂടുതൽ ഊർജത്തിന്റെ ഉപയോഗങ്ങള്, അതുപോലെ വെള്ളത്തിന്റെ അവൈലബിലിറ്റിയുടെ കുറവ്, ഇതൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഇനി വെള്ളം തന്നെ ആയിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് വെള്ളത്തിന്റെ പേരിലായിരിക്കും എന്ന് പൊതുവെ പറയാറുണ്ട്. കാര്യം ഈ രാജ്യത്ത് നദികൾ തന്നെ ഇല്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും ശുദ്ധമായ ജലം കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ 44 നദികള്, കിഴക്കോട്ട് 3 നദി, പടിഞ്ഞാറോട്ടും 3 നദി, കിഴക്കോട്ട് ഒഴുകിയിട്ടും ഏതിലാണ് ശുദ്ധജലം ഉള്ളത്? കേരളത്തിലും അവസ്ഥ ഞാൻ പറയുന്നത്. എന്നിട്ട് ഇവിടെ അത്രയും നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അടുത്തത് മൊബിലിറ്റി. അതായത് ഇതിന്റെ എഫിഷ്യന്റ് ആയിട്ടുള്ള ലോജിസ്റ്റിക്സും ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിന്റെ അതൊരു ലൈഫ് ലൈൻ ആണ്. ഇതിന്റെ ജനങ്ങളെ കണക്ട് ചെയ്യാനും സാധനങ്ങൾ എത്തിക്കാനും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്താനും ഒക്കെ ഇത് ആവശ്യമാണ്. ലോകമെമ്പാടും ഇതിന്റെ ആവശ്യം വളരെ ഏറി വരികയാണ്. ഇത്തരം കാര്യങ്ങളിൽ ചെയ്യാവുന്ന സിറ്റികൾക്ക് ഇത് ട്രാവൽ ചെയ്യുന്നതിന് എളുപ്പത്തിൽ എത്തിക്കാനുള്ള മാർഗങ്ങൾ, ഇപ്പം മെട്രോ പോലെ ഉള്ളത്. പിന്നെ തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഒരു പക്ഷേ മെട്രോ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ മെട്രോ ഈ എക്സ്പോയുടെ സൈറ്റ് ആയിട്ടുള്ള ദുബായ് വേൾഡ് സെന്ററിലേക്ക് നീട്ടുകയാണ്. അതാകുമ്പോൾ അത് കുറച്ചു അകന്ന പ്രദേശമാകുമ്പോൾ ആ ഒരു പോരായ്മ പരിഹരിക്കപ്പെടുകയും ചെയ്യും. പിന്നെ ദുബായിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ദുബായിയുടെ ഹ്യൂമാനിറ്റേറിയൻ സിറ്റി, അതായത് UN-ന്റെ ഒരു സംഘടന കീഴിൽ വരുന്നതാണ്. WFPO, വേൾഡ് ഫുഡ് പ്രോജക്ടിന്റെ ഒക്കെ കീഴിൽ വരുന്നതാണ്. ഇവിടെ നിന്ന് ലോജിസ്റ്റിക്സ്, ഇവിടെ നിന്ന് ഏത് രാജ്യത്തേക്കും അടിയന്തര സഹായങ്ങള്, പ്രകൃതി ദുരന്തങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ 48 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തിക്കാനുള്ള സംവിധാനങ്ങളും അതിനുള്ള ശക്തമായ എല്ലാ ഒരു സംവിധാനങ്ങളുള്ള ഒരു സിറ്റി തന്നെ ഉണ്ട്. അത് ദുബായിയുടെ പ്രത്യേകതയാണ്. പിന്നീട് അടുത്ത 3ാമത്തെ തീമായിട്ട് വരുന്നത് ഓപ്പർച്യൂണിറ്റി, സാമ്പത്തിക ക്രമത്തിലെ പുതിയ പാതകൾ. അത് ഇന്നത്തെ ലോകത്തിലെ നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒന്നല്ല. ഈ 2008 ഉണ്ടായതിനു ശേഷം ലോകത്തിലെ സാമ്പത്തിക ക്രമം തന്നെ മാറിയിരിക്കുകയാണ്. പല പുതിയ ശക്തികളും ലോകത്തിൽ സാമ്പത്തികമായിട്ട് ഉയർന്നു വരികയാണ്. മുമ്പ് പരിഗണിക്കപ്പെടാതിരുന്നവർ പലരും ഉയർന്നിരിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യയും ചൈനയൊക്കെയാണ് ലോകത്തിലെ വൻ ശക്തികളായിട്ട് മാറുന്നതെന്നാണല്ലോ ഇപ്പൊ പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു പുതിയ ശക്തി തന്നെയാണ് UAE-യും. ഇത്രയും ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്ന അറിയാം. ഇപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഇപ്പം ഏവിയേഷനിൽ ഉണ്ടാകുന്ന കോൺട്രാക്റ്റുകൾ, ഇതൊക്കെ ഒരു രാജ്യത്തിന്റെ ശക്തി തെളിയിക്കുന്നതാണ്, അതിന്റെ പ്രാധാന്യം തെളിയിക്കുന്നതാണ്.
ഇനിയുള്ള ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഈ രാജ്യത്തിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ട, ജനങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. രാജ്യം എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ബിഗ് ടീം വിജയിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് അത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ഇത്രയും ലക്ഷക്കണക്കിന് മലയാളികളുള്ള ഈ ഇതിൽ മലയാളികൾ ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് നമ്മുടെ മലയാളി സമൂഹത്തിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഫേസ്ബുക്കിലെ ഇന്നത്തെ ലൈക്ക് എത്തിയിരിക്കുന്നത് 7,10,000 അടുക്കുന്നു. അത് ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് ഒരു 2,90,000 കൂടെ മലയാളികൾ ഇന്റർനെറ്റ്, ഇത്രയും സാക്ഷരതയുള്ള മലയാളികൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവര് ഉള്ളത് കൊണ്ട് അത് നടക്കാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് ഫേസ്ബുക്കിന്റെ സൈറ്റ് ഉണ്ട്, www.facebook.com/Dubai Expo 2020. ഇതിൽ പോയിട്ട് എല്ലാ ആൾക്കാരും ഓരോ ബിഗ് സപ്പോർട്ട്, ഒരു ലൈക്ക് കൊടുക്കുക. എന്നിട്ട് അതിന്റെ താഴെയുള്ള കോളത്തില് എല്ലാ സുഹൃത്തുക്കൾക്കും അത് ഒരു ഇൻവൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരും ചെയ്യുകയാണെങ്കിൽ ഈ നമ്മൾ മലയാളികളായിട്ടുള്ള നമ്മൾ ഈ രാജ്യത്ത് ഏറ്റെടുക്കുന്ന വലിയൊരു വെല്ലുവിളിയായിട്ട് ഇത് ഏറ്റെടുത്ത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് അത് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം. ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും നജീബ്, ഒരുപാട് നന്ദിയുണ്ട് ഏഷ്യാനെറ്റ് റേഡിയോയുമായി സംസാരിച്ചത്. താങ്ക് യു വെരി മച്ച് മാഡം. താങ്ക് യു. World Expo 2020. Candidate City, Dubai. Connecting minds, creating the future.